ചെരുപ്പ് അഴിച്ചു വെക്കൂ. എന്നിട്ട് എന്താ സഹോദരങ്ങളെ അള്ളാഹു മൂസാ നബിയോട് പറയണത്? രാത്രിയുടെ തണുപ്പിനെ കുറിച്ചാണോ? ഇനി സഞ്ചരിക്കേണ്ട വഴിയെ കുറിച്ചാണോ? അല്ല, മൂസേ, ഞാൻ നിന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വഹയു നൽകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പ്രവാചകനായി നിശ്ചയിക്കുക ചെയ്യുന്നത്. തീ വാങ്ങാൻ വന്നവൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ഇനി കടന്നു വന്ന നമ്മളെ ജീവിത വഴികളൊന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇവിടെ നിന്നെല്ലാം അള്ളാഹു നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. നമ്മുടെ വിവാഹം, നമ്മുടെ പഠനം, നമ്മുടെ വീട് വെക്കൽ, നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം, നമ്മുടെ മക്കൾ, എന്തെല്ലാം നമ്മൾ കണക്ക് കൂട്ടി. പക്ഷേ എവിടെ ചെന്ന് അവസാനിച്ചു? സഹോദരങ്ങളെ, എപ്പോഴും മർമ്മപ്രധാനം എന്തിനറിയങ്ങൾ? ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന പടച്ചവൻ നമ്മളെക്കുറിച്ച് സംതൃപ്തനാണോ? അവൻ നമ്മെ സുഗമമായ വഴിയിലൂടെ കൈപ്പിടിച്ച് നടത്തുക. നമ്മുടെ സാമർത്ഥ്യങ്ങൾക്കപ്പുറം, നമ്മുടെ ബുദ്ധികൾക്കപ്പുറം അള്ളാഹു കാണിച്ചു തരുന്ന സുഗമമായ വഴി മരണത്തിലേക്കും മരണത്തിനപ്പുറത്തെ പരലോകത്തിലേക്കും ശരിയായ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അള്ളാഹുവിനെ അസംതൃപ്തിപ്പെടുത്തി സമ്പാദിച്ച സമ്പാദ്യങ്ങളില്ലേ, അവ നമുക്ക് സമ്പാദ്യത്തിന്റെ സുഖം നൽകില്ല സഹോദരങ്ങളെ. അള്ളാഹുവിനെ സംതൃപ്തി നഷ്ടപ്പെടുത്തി നാം സംരക്ഷിച്ചു വരുന്ന നമ്മുടെ ഭാര്യയ്ക്ക് കുടുംബജീവിതത്തിൽ സമാധാനത്തിന്റെ ഒരു ഇണയാവാനാവില്ല സഹോദരങ്ങളെ, പറ്റില്ല. കാര്യങ്ങൾ തീരുമാനിച്ചപ്പോഴും അവിടെ ഭാവി സ്വപ്നം കണ്ടപ്പോഴും എല്ലാ നിഗൂഢ രഹസ്യങ്ങൾക്കും കാവലി നിൽക്കുന്ന സർവശക്തനായ പടച്ച തമ്പുരാന്റെ തീരുമാനങ്ങൾക്ക് വല്ല പ്രാധാന്യവും നൽകിയോ സഹോദരങ്ങളെ? വീട്ടുമുറ്റത്ത് മെഡിക്കൽ ബിരുദത്തിന്റെ നീണ്ട അക്ഷരങ്ങളെ കൊണ്ട് എഴുതപ്പെട്ട ഒരു ഡോക്ടർക്ക് ശേഷമുള്ള ഡെസിഗ്നേഷനപ്പുറം ഒരു നല്ല സ്വപ്നം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പടച്ചവൻ നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മുടെ ബിസിനസ്സുകൾക്കും സമ്പാദ്യങ്ങൾക്കും സഹോദരങ്ങളെ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന ഒരു ലക്ഷ്യമുണ്ട്. അത്തരം ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്തെ പരിഹാരം തരങ്ങൾ ആരും സഹോദരങ്ങളെ നമ്മളെ തടസ്സപ്പെടുത്തില്ല. പക്ഷേ ഹൃദയങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു നാഥന്റെ മുമ്പിൽ, എന്റെ രഹസ്യങ്ങൾ എന്നെക്കാളും അറിയുന്ന ഒരുത്തന്റെ മുന്നിൽ നമ്മൾ പരമപരിശുദ്ധന്മാരാണോ സഹോദരങ്ങളെ? അതോ കുടുംബത്തിന്റെയും മതത്തിന്റെയും ദീനിന്റെയും പ്രസ്ഥാനത്തിന്റെയും കുപ്പായത്തിനുള്ളിൽ ആളുകൾക്ക് ദർശിക്കാൻ പറ്റുന്ന ഒരു മാന്യത മാത്രമാണോ എനിക്കും നിങ്ങൾക്കും ഉള്ളത്? നാം പരിശോധിക്കേണ്ടതുണ്ട്. എന്തിന് സഹോദരങ്ങളെ? ഇഹപര ലോകത്തിന്റെ വിജയത്തിന് വേണ്ടി وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى. നിഷ്കളങ്കതയുടെ ശരിയായ കാഴ്ചപ്പാടാണ് ഖുർആൻ നമുക്ക് തരുന്നത്. ആരാണ് സഹോദരങ്ങളെ ഹൃദയ പരിശുദ്ധി നേടിയവൻ? ആരാണ് സൗഭാഗ്യവാൻ? ഈ ആയത്തിന്റെ അർത്ഥം മാത്രം കേട്ടാൽ മതി. എത്ര പരിശുദ്ധനാണെന്ന് പറഞ്ഞാലും സഹോദരങ്ങളെ പണത്തിന്റെ കാര്യത്തിൽ, സമ്പത്തിന്റെ കാര്യത്തിൽ പരിശുദ്ധി വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. നമസ്കാരം ചിട്ടയോടെ നിർവഹിക്കാം, 40 ദിവസം നിസ്കരിക്കാനായിട്ട് പോകാം. നാട്ടിലെ ആൾക്കാർ റെഡിയാണ്. ഇത് 40 ദിവസം പള്ളിക്ക് താമസിച്ച് നിസ്കരിക്കാൻ. നമസ്കാരം ചെറുതൊന്നും അഭിപ്രായമുണ്ടോ സഹോദരങ്ങളില്ല. നിസ്കാരം വളരെ പ്രധാനമാണ്. നിസ്കരിക്കാത്ത ഒരാൾക്ക് നമ്മുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റൂല. ആ നിക്കാഹ് പോലും ശരിയാവൂല എന്നാ പറയുന്നത്. നിസ്കരിക്കാത്ത ഒരുത്തനെ ഹറമിന്റെ ചെക്ക് പോസ്റ്റിന്റെ ഉള്ളിൽ കടത്താൻ പറ്റില്ല. നിസ്കരിക്കാത്ത ഒരാൾ അർത്താൽ ഭക്ഷിക്കാൻ പറ്റില്ല. നമസ്കരിക്കാത്തവരുമായി എനിക്കൊരു ബന്ധവുമില്ല. മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. നമസ്കാരം ചെറുതല്ല. ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ ലോകത്തെ പ്രവാചകന്മാരെല്ലാവരും പഠിപ്പിച്ച ഒന്നാണ് നമസ്കാരം എന്നാണ്. അതിനെ മോശമായി കാണല്ല. പക്ഷേ സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ സമ്പത്തിനോടുള്ള സമീപനം, പടച്ചോനെ നിനക്കിഷ്ടമില്ലാത്ത ഹറാമിന്റെ 10 രൂപ പോലും ഞാൻ താമസിക്കുന്ന ഈ പുരയിടത്തിലില്ല, ഈ ഇഷ്ടിക തരികളിലില്ല, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ഫോണിലില്ല, വസ്ത്രത്തിലില്ല, വാച്ചിലില്ല, എന്റെ മക്കളുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആഭരണത്തിലില്ല. പറയാൻ എത്ര പേർക്ക് പറ്റും സഹോദരങ്ങളെ? എത്ര പേർക്ക് പറ്റും?
പോകട്ടെ. കൊടുക്കണില്ലേ നമ്മളൊക്കെ? ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ കൊടുത്തതല്ലേ ഈ പന്തലൊക്കെ അല്ലേ? നമ്മൾ കൊടുത്താൽ സഹോദരങ്ങളെ കൊടുക്കാം. നിഷ്കളങ്കമായി കൊടുത്തിട്ട് ആ കൊടുത്തതിന്റെ പേരിൽ ഒരാദരവോ ഒരു നല്ല വാക്കോ ബഹുമാനമോ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാതെ കൊടുക്കാൻ എത്ര പേർക്ക് പറ്റും? അന്തർത്തുക്കും നാരൻ തലല്ല, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തെക്കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. അന്തർത്തുക്കും നാരൻ തലല്ല ലാ യസ്നാഹാ ഇല്ലൽ അഷ്കാ, അങ്ങേയറ്റത്തെ ഭാഗ്യദോഷിയല്ലാതെ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവാനല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കയില്ല. അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, ഏറ്റവും വലിയ നരകത്തിൽ അവൻ കത്തിയെരിയും. വസയുജന്നബുൽ അത്ഖാ, അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ചവൻ, അങ്ങേയറ്റം ദീനിനെ സ്വീകരിച്ചവൻ, അങ്ങേയറ്റം ധർമ്മനിഷ്ഠ പാലിച്ചവൻ നരകത്തിൽ നിന്നും അപ്പെടും. സഹോദരങ്ങളെ, ആരാണ് അൽ അത്ഖാ? ആരാണ് സൂക്ഷ്മത പാലിച്ചവൻ? ആരാണ് ദീൻ ഉൾക്കൊള്ളവൻ? ആരാണ് പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥൻ? വസയുജന്നബുൽ അത്ഖല്ലദീ യുഅ്തി മാലഹു യതസക്കാ, മനസ്സിൽ ദുർവിചാരങ്ങളോടെ മാലിന്യങ്ങളോടെ മോഹങ്ങളോടെ സമ്പത്ത് കൊടുത്തവനല്ല സഹോദരങ്ങളെ. സ്വന്തം മനസ്സിനെ പരിശുദ്ധമാക്കാൻ, സ്വന്തം മനസ്സിനെ ശുദ്ധീകരിക്കാൻ പണം ചിലവഴിച്ചവനാണവൻ. വസയുജന്നബുൽ അത്ഖല്ലദീ യുഅ്തി മാലഹു യതസക്കാ. എന്താണ് അവന്റെ പ്രത്യേകത? എന്താണ് അവന്റെ പ്രത്യേകത? അവൻ ആ കൊടുക്കുന്ന സമ്പത്തിൽ അത്യുന്നതനായ റബ്ബിന്റെ പ്രീതിയല്ലാതെ അവനൊന്നും ആഗ്രഹിക്കില്ല. ആ ഒരു കൊടുത്ത കാര്യം കൊണ്ട് ആരെങ്കിലും തന്നെ പ്രശംസിക്കണമെന്നോ എന്തെങ്കിലും ഉപകാരം ഇവിടുന്ന് കിട്ടണമെന്നോ അവൻ വിചാരിക്കൂല എന്നാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ആത്മപരിശുദ്ധി സമ്പത്തിലും എല്ലാറ്റിലും വല്ലാത്തൊരു സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടും. ഇന്നത്തെ ലോകം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഒരു 5 മിനിറ്റ് മൊബൈൽ ഫോണിൽ തുടർച്ചയായി സംസാരിച്ച് പിന്നെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും. കംപ്രസറും മോട്ടർ ഉണ്ടാവും വീട്ടിൽ. ഒരു 2 മണിക്കൂർ നേരെ തിരിഞ്ഞാൽ ചൂട് പിടിച്ചിട്ടുണ്ടാവും. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും 100 കണക്കിന് പ്രശ്നമുണ്ട്. അതൊക്കെ ആലോചിച്ച് തപിച്ചു കിടക്കുകയാണ് നമ്മുടെ മനസ്സുകൾ, നമ്മുടെ മസ്തിഷ്കങ്ങൾ. തണുപ്പിക്കാൻ എന്താ മാർഗം എന്നറിയങ്ങൾ? 2 വഴിയാണെന്ന് ജനങ്ങൾക്കുള്ളത്. ഒന്ന് എന്താ വെച്ചാൽ കുറച്ച് ലഹരി. ഏത് തലത്തിലുള്ള ആളുകളും വൈകുന്നേരമായാൽ കുറച്ച് മദ്യപിച്ച് കിടക്കുമ്പോൾ തൻ്റെ മനസ്സിനൊരു ചെറിയ സമാധാനം. ഇനി അതിനനുവദിക്കാത്തവരാണെങ്കിൽ കുറച്ചു സംഗീതം അല്ലെങ്കിൽ കുറച്ച് സിനിമ. ഇതിനും പറ്റാത്ത ആളുകളാണെങ്കിൽ ഏതെങ്കിലും അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള അവിഹിത ബന്ധം, അത് ഫോണിലാവാം, നേരിട്ടാവാം, ജോലിസ്ഥലത്താകാം, ബസ് സ്റ്റോപ്പിലാകാം, ബസ്സിലാകാം. തിന്മകളെ കൊണ്ട് മനസ്സിന്റെ വേദനകളെ, മനസ്സിന്റെ അസ്വസ്ഥതകളെ തൽക്കാലം തണുപ്പിച്ചു നിർത്തുന്നവർ ഒരു കൂട്ടക്കാരിതാണ് സഹോദരങ്ങൾ. ഏതു തിന്മക്കു പിന്നിലുള്ള പ്രചോദനവും തന്റെ മനസ്സിന്റെ ചെറിയൊരു സമാധാനമാണ്. രണ്ടാമത്തെ വഴി ഏതാണ് നിങ്ങൾ? രണ്ടാമത്തെ വഴി പാപങ്ങളില്ലാത്ത പുണ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ മനസ്സ്. അതേതു സമയവും സന്തോഷിച്ചുകൊണ്ടിരിക്കും, ആഹ്ലാദ നിർഭരമായിരിക്കും ആ ജീവിതം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾക്കും അത്ര ആനന്ദം പകരാൻ പറ്റൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സന്തോഷിച്ച നിമിഷം ഏതാണ് സഹോദരങ്ങളെ? ബന്ധുമിത്രാദികളോടൊപ്പം തന്റെ ഭാര്യമാരോടൊപ്പം ഇരിക്കുമ്പോഴായിരുന്നു. ജീവിതത്തിന്റെ ആത്മനിർവൃതിയുടെ സമയം എപ്പോഴായിരുന്നു സഹോദരങ്ങളെ? നബി പറയുന്നു, ഖുർറത്തു ഐനി ബിസ്സലാ, എന്റെ ഹൃദയത്തിന്റെ കുളിർമ നിലകൊള്ളുന്നത് നമസ്കാരത്തിലാണ്. നമസ്കരിക്കുമ്പോൾ നമസ്കാരം കൊണ്ട് മനുഷ്യന് കിട്ടുന്ന ആത്മനിർവൃതി ജീവിതത്തിൽ. അതുകൊണ്ടാണ് പടച്ചോൻ 5 നേരം നമ്മുടെ മനസ്സിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ വേണ്ടി നിശ്ചയിച്ചത്. ഒരു പേജ് ഖുർആൻ ഓതി കൊടുക്കും. എന്റെ സന്തോഷം ചില്ലറയല്ല, ആത്മനിർവൃതി ചില്ലറയല്ല സഹോദരങ്ങളെ. ഒന്നില്ലെങ്കിൽ ദീനിക്ക് വന്ന് സമാധാനം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ചെയ്യുന്ന പോലെ ദുർമാർഗങ്ങളിലൂടെ തൽക്കാലം മനസ്സിനെ തണുപ്പിച്ച് കിടത്തുക. സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ദീൻ തന്നെയാണ്.
അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും പകർന്നു നൽകിയാൽ നമ്മളെക്കാൾ